ഒരു കോൺഷ്യസ് പേഷ്യൻ്റ് ട്രോമയ്ക്ക് വിധേയമായിട്ടുണ്ട്, ട്രീറ്റ്മെൻറ്റിന് വിധേയമാകാൻ അവർ തയ്യാറല്ല. അങ്ങനെയുള്ള കേസസിൽ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുക ഒരു പേഷ്യൻറ്റിനെ? ട്രോമയുടെ എത്രമാത്രം ട്രോമ ആ പേഷ്യൻറ്റിന് ഉണ്ട് എന്ന് ആശ്രയിച്ചാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം കൺസർവേറ്റീവായിട്ടും മാനേജ് ചെയ്യാൻ പറ്റുന്ന എത്രയോ ട്രോമകൾ, മാക്സിലോഫേഷ്യൽ ട്രോമ നമുക്കുണ്ട്. ട്രോമയിൽ കൺസർവേറ്റീവായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. മറ്റുള്ള സാധാരണ ഇതിലെ ഈ മാക്സിലോഫേഷ്യൽ ട്രോമയിൽ നമുക്ക് സംഭവിക്കുന്നത് വെച്ചാൽ, ഈ വലിയ ട്രോമയൊന്നും അല്ലെങ്കിൽ ഫേവറബിൾ ആയിട്ടുള്ള ഫ്രാക്ചർ ആണെങ്കിൽ ഈ എല്ലിന്റെ ഒരു ആവരണം, പെരിയോസ്റ്റം എന്ന് പറയും, ഈ പെരിയോസ്റ്റമിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാത്തിടത്തോളം കാലം ബ്ലഡ് സപ്ലൈ വളരെയധികം നല്ലോണം ആ ഏരിയകളിലേക്ക് ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് നമ്മുടെ സാധാരണ കയ്യോ കാലോ ഒടിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്ലാസ്റ്റർ ഇടുന്നത് പോലെ നമുക്ക് അവിടെ സ്റ്റെബിലൈസ് ചെയ്ത് നമുക്ക് തൽക്കാലം നിർത്താൻ സാധിക്കും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇന്റർമാക്സിലറി ഫിക്സേഷനോ എല്ലാം ഒരു ലോക്കൽ അനസ്തീഷ്യൻ ചെയ്യാവുന്ന. ഇന്റർമാക്സിലറി ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫ്രാക്ചറായ ഭാഗം അനങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു ചെറിയൊരു ക്ലിപ്പ് പോലെയുള്ളൊരു സംഗതി പല്ലിൽ വെച്ചിട്ട് പല്ലുകൾ അടച്ചു വെക്കും കുറച്ചു കാലത്തേക്ക്. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ മാർഗങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഇതുപോലെ തന്നെ ഇപ്പൊ ചീക്ക് ബോൺ ഫ്രാക്ചറിലൊക്കെ സംഭവിക്കുന്നതാണെങ്കിൽ നമ്മൾ തിരക്ക് പിടിച്ച് നമ്മൾ ഫ്രാക്ചർ റിപ്പയറിങ് ചെയ്യേണ്ട കാര്യമൊന്നും പല കേസുകളിലും സംഭവിക്കാറില്ല. കാരണം ആദ്യം ഈ പറഞ്ഞ പോലെ വല്ലാതെ സ്വെല്ലിങ്ങും ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവുന്ന സംഗതികളാണ്. പക്ഷെ ഇതെല്ലാം ഒന്ന് മാറിക്കഴിയാൻ ഏകദേശം ഒരു 5-6 ദിവസം കഴിയുമ്പോഴേക്കും ചിലപ്പോൾ വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഫ്രാക്ചർ ലൈൻ ഫേവറബിൾ ആയിട്ട് കിടക്കുന്ന സ്ഥലത്ത് ഫ്രാക്ചർ മാറാതെ ഇത് ഡീവിയേഷൻ വരാതെ വേറെ ഇഞ്ചുറി ഒന്നും ഇല്ലെങ്കിൽ ചിലപ്പം കൺസർവേറ്റീവ് ആയിട്ട് തന്നെ നമുക്ക് മാനേജ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്.